വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട, വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു, വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടുമവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ തന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരിയിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരിയിലുണ്ട്. ആരാമ TV-യിലൂടെ ഞങ്ങളെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവമക്കൾക്കും ഞങ്ങളുടെ നിസ്സീമമായ സ്നേഹവന്ദനത്തെയും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഡേവിഡ് അബ്രഹാമാണ്. ഞാൻ ഒരു ചെറിയ സന്ദേശം ഇന്നത്തെ ആധുനിക യുഗത്തെ നോക്കിക്കാണുമ്പോൾ, അതെ, ഇന്ന് അധർമ്മമൂർത്തി വെളിപ്പെട്ടിരിക്കുന്ന അഥവാ ദുഷ്കാലം എന്ന ആ ഒരു നിലയിലേക്ക് വന്നിരിക്കുന്ന അന്ത്യകാലം എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൊലപാതക പരമ്പരകളും ആത്മഹത്യകളും വല്ലാത്ത ഒരു ഭീകരജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ സമൂഹവും ലോകവും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിൽ ഇരുണ്ട സ്ഥലത്തൊരു വെളിച്ചം പോലെ യേശു ക്രിസ്തുവിന്റെ വചനം അത് വെളിച്ചമായി നിൽക്കുകയാണ്. അത് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണല്ലോ. ഇതിനെ ഊന്നിക്കൊണ്ട് ഒരു ചെറിയ ഒരു സന്ദേശം ഞാൻ ഈ തരുണത്തിൽ ഞങ്ങളുടെ ആദരണീയരായ പ്രേക്ഷകരോട് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ അടങ്ങിയ 61ാമത്തെ പുസ്തക പരമ്പര എന്നറിയപ്പെടുന്ന പത്രോസ് എഴുതിയ 2ാം ലേഖനമാണ് ഞാനിവിടെ നിങ്ങളുടെ അല്പം ഈ ലഭ്യമായ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി ഹ്രസ്വമായി നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി പത്രോസിന്റെ 2ാം ലേഖനത്തിലെ അതിലെ 1ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ക്രിസ്തീയ തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളം പ്രാപിക്കും. ഒന്നുകൂടെ ഞാനത് വായിക്കാം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ബൈബിൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രചിച്ച ഒരു ദൈവവചന ശകലമാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ബൈബിളിലെ പുതിയ നിയമത്തിലെ പത്രോസിന്റെ 2ാമത്തെ ലേഖനത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ക്രിസ്തീയ തിരുവെഴുത്ത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദേശം ഇവിടെ ഈ യേശുക്രിസ്തുവിന്റെ സനാതന വചനം അഥവാ ദൈവത്തിന്റെ പ്രസ്പഷ്ടമായ വചനത്തിന്റെ ഉദ്ദേശശുദ്ധി, വചനത്തിന്റെ ആ ദൗത്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ ദൈവത്തെ ആരാധിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത്, നമ്മൾ അധികം ഒരു നല്ലൊരു സിംഹഭാഗം വിശ്വാസികളും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ഏതോ ചില നന്മകളും ഈ ലോകത്തിൽ ചില സമ്പത്തും സമ്പൽ സമൃദ്ധമായ ആഡംബരമായ ഒരു ജീവിതത്തിനായിട്ട് ഒരു ഐശ്വര്യ ദേവനായിട്ടാണ് ദൈവത്തെ അഥവാ ബഹുജന പങ്കാളിത്തത്തോടെ ദൈവങ്ങളെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ബൈബിളിലെ സനാതന വചനം അങ്ങനെയൊന്നുമല്ല. ദൈവം ഈ ലോകത്തിൽ ക്ഷണഭംഗുരമായ ഈ ലോകത്തിൽ നമുക്ക് ഇവിടെ തന്നെ നന്മയും തിന്മയും വച്ചിട്ടുണ്ട്. ഒന്ന് ശത്രുപക്ഷം, ഒന്ന് ദൈവപക്ഷം. അപ്പൊ നമ്മൾ ദൈവപക്ഷത്ത് യഥാർത്ഥമായിട്ട് നിൽക്കുന്നവരെ നമുക്ക് ഈ ലോകത്തിന്റെ ഞെരുക്കവും പ്രയാസവും ദുഃഖവും രോഗവും ഇല്ലായ്മകളൊക്കെ മറന്നുകൊണ്ട് നിത്യമായ ഒരു രാജ്യം
അതോ സ്വർഗരാജ്യം ദൈവം നമുക്ക് വച്ചിട്ടുണ്ട്? അതാണ് ഞാൻ വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരുക്കിയിരിക്കുന്ന ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളൊരു വിശ്വാസിയായിരിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. വിശ്വാസിക്ക് ഒരു വളർച്ചയുണ്ട്. ഈ അധ്യായത്തിലെ പ്രാരംഭ വാക്യങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ 1 മുതൽ അഥവാ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ നീതീകരണത്താൽ നാം വിശ്വാസികളായി തീർന്നു. അവിടെ പറയുന്ന അപ്പോസ്തലനായ പത്രോസ് അവിടെ പറയുന്നത്, അതായത് ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ഞങ്ങൾ എഴുതുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ പ്രഥമ പ്രമേയ വിഷയമായിട്ട് നമ്മൾ തുടങ്ങിയ നമ്മുടെ ആ കുറുവാക്യം എങ്ങനെയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ, ചില കാര്യങ്ങൾ നമ്മൾ ദൈവം ചില ഡ്യൂട്ടികൾ, ചില ഹോംവർക്കുകൾ, ചില പ്രാക്ടിക്കൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സ്കൂൾ വിദ്യാഭ്യാസങ്ങളിലും സ്തോത്രം, അതുപോലെ തന്നെ നഴ്സിംഗ് സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, IT പഠിക്കുന്ന കുട്ടികളൊക്കെ തിയറി മാത്രം അവര് എക്സാമിൽ തിയറിക്ക് മാത്രം അവര് അത് മാത്രം എഴുതിയാൽ പോരാ. അതിന്റെ കൂടെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞൊരു എക്സാമും കൂടെ അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ പാസ് ഔട്ട് ആകുവാൻ കഴിയത്തുള്ളൂ. നമ്മളെല്ലാം തിയറിയിൽ നിൽക്കുന്ന ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ മതി എല്ലാം അങ്ങ് നേടിയെടുക്കാമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരല്പ വില കൊടുക്കാനാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുന്നത്. എല്ലാ ദൈവവിശ്വാസികളും ഇങ്ങനെ ചെയ്യുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തിലും പരലോകത്തിലും നമുക്കൊരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം വളരെ നിലപാടായും അല്ലെങ്കിൽ ദൈവദത്തമായിട്ട് നമുക്ക് വരച്ചു കാണിക്കുന്ന ദൈവവചന സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൽ തന്നെ ഈ ഒന്നാമത്തെ ഈ പത്രോസിന്റെ രണ്ടാമത്തെ 2 പീറ്റർ ചാപ്റ്റർ 1 ആൻഡ് വേഴ്സ് അതിലെ 5 മുതൽ താഴോട്ട് നമ്മൾ വായിച്ച് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ കാണുന്നത്, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ദൈവഭക്തിയും, ദൈവഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവാനാണ് ദൈവത്തിന്റെ വചനം ഇവിടെ നമ്മെ ഇന്ന് പകൽക്കാലം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, നമുക്ക് ആദ്യം വിശ്വാസം ദൈവത്തിന്റെ നീതിയാൽ നമുക്ക് തന്നതെന്നാണ് ദൈവത്തിന്റെ വചനം. നമുക്കൊരു കോഴിക്കുട്ടി എടുത്ത് നോക്കിയാൽ അറിയാതെ ഒരു 4-5 മാസം കഴിയുമ്പോൾ അതിന്റെ തള്ളക്കോഴി അതിനെ കുത്തി ഓടിക്കും. ഒരു കഴിവും കുഞ്ഞിനെ എടുത്താലും അത് പറക്കുവാൻ പഠിപ്പിക്കാൻ അതിന്റെ ആ കൂടൊക്കെ കൊത്തി മാറ്റി അതിനെ പറക്കുവാനായിട്ട് പഠിപ്പിക്കും. അതേപോലെ തന്നെ ഒരു ദൈവപൈതന്റെ, ഒരു വിശ്വാസിയെ ദൈവത്തിന്റെ നീതീകരണത്തെ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ ഒന്നുമല്ല, വെറും പാപികളായ നമ്മെ യേശു കർത്താവ് നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. അതാണ് ബൈബിളിലെ ഏക സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഏക സന്ദേശം എന്ന് പറയുന്നത് ലോകജനത്തിനുവേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതാണ്. കാര്യം മരിക്കാൻ കാരണം പാപം ചെയ്ത ദേഹി മരിക്കണം. അപ്പൊ നമുക്ക് പകരക്കാരനായി സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനായി ഇവിടെ ഇറങ്ങി വന്ന് 33 തിരുക്കൊല്ലം നമ്മോടൊപ്പം നമ്മെ പോലെ അതെ വിശന്നും ദാഹിച്ചും രോഗം ശീലിച്ചവനായും വേദന സഹിച്ചവനൊക്കെ നമ്മുടെ കൂടെ പാർത്തത്, അതെ നാം മരിക്കേണ്ടതിന് പകരം അവൻ മരിച്ച് നമുക്ക് അർഹിക്കപ്പെടാത്ത നന്മയും കരുണയും ഒക്കെ തന്ന് നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. നമ്മളെ വിശ്വാസ ജീവിതത്തിലേക്ക്, അതെ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന നമ്മെ കർത്താവിന്റെ വചനം ഈ അധ്യായത്തിൽ തന്നെ അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ സകല ഉത്സാഹവും കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, ഈ ഫെയ്ത്തിനോട് വലിയൊരു വീര്യത്തെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. വീര്യം എന്ന് പറഞ്ഞാൽ അത് എന്തിനേയും നേരിടുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വായിച്ച ആ കുറിവാക്യം തന്നെ നമ്മൾ ഒരു നാളും നാം ലജ്ജിച്ചു പോകാതെ, ഒരു നാളും ഇടറിപ്പോകാതെ. അപ്പൊ ഇടർച്ചകൾ നമുക്ക് വരും എന്നുള്ളത് സത്യം. ഇടർച്ച വന്നു പോയാൽ നമ്മൾ ഒരുപക്ഷെ ദൈവം നമുക്ക് ഒരിക്കലും നിത്യരായിട്ട് നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ സന്ദേശം കൂടെ ആഡ് ചെയ്ത് ഞാൻ പറയാനുണ്ട്. നമുക്കൊരു വലിയ ഒരു ശ്രമകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നമുക്കുണ്ടായിരിക്കണം. അപ്പം ഈ ഇടർച്ച വരുന്നത് സംഭവ്യമാണ്. ഈ വചനം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ 1 പീറ്ററിന്റെ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ അലേർട്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിശാച് നിർമ്മതനായിരിപ്പിൻ, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയെ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി സഞ്ചരിക്കുന്ന സന്ദർഭമാണ് ഈ പ്രത്യേകിച്ച് ഈ ആധുനിക കാലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 1 പത്രോസ് 5-ാമത്തെ 8-ാമത്തെ തിരുവഴുത്താണ് നമ്മൾ വായിക്കുന്നത്. ഇതിന്റെ തന്നെ 2-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരും ഉണ്ടാകും
എന്ന് മുന്നറിയിപ്പ് തരുന്ന ഒരു വേദാധ്യായം കൂടെയാണ് ഇന്ന് ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യം ഈ വേദാധ്യായം നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് ഒരു പ്രതിയോഗി ഉണ്ട്, നമുക്കൊരു പ്രതിയോഗി മുൻപും പിൻപും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല നിലകളിൽ നമ്മുടെ വീട്ടുകാരായിക്കോട്ടെ, സ്വജനമായിക്കോട്ടെ നമ്മളോട് എതിര് പറയും. ഇനി അതായിക്കോട്ടെ, നമ്മൾ പോകുന്ന വിശ്വാസ പാതയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കേണ്ടത് അങ്ങനെയല്ല, ഇതും കൂടെ ഇതിനോടൊപ്പം വേണം എന്ന് കൂട്ടിച്ചേർക്കുകയും കുറയ്ക്കുകയും ഇങ്ങനെയൊക്കെ കർണരസമാകുമാറും കെട്ടുകഥകളൊക്കെ നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ ആ ഒരു നമ്മുടെ വീഴ്ച, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഉണ്ടായി നമ്മളെ നിത്യനരകത്തിലേക്ക് കൊണ്ടുവന്ന അനേക ശക്തികൾ, ദുഷ്ടശക്തികൾ നമ്മുടെ മുൻപും പിറകും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ ദാസൻ ഫലകരമായ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായ നിലയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ആദ്യം നമ്മൾ ഇങ്ങനെ ആ 5 തൊട്ട് താഴോട്ടുള്ള വാക്യം, 4 തൊട്ട് താഴോട്ടുള്ള വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നു. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോടുകൂടെ പരിജ്ഞാനവും. ഈ വീര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ വീര്യത്തോട് നിൽക്കുന്ന, എന്തിനെ എതിർക്കുന്ന, തീയാണോ അല്ലെങ്കിൽ സിംഹത്തിന്റെ കുഴിയാണോ അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പ് നമ്മൾക്ക് അനാത്മീയമായി നിൽക്കുന്ന ദുഷ്ട വ്യാപാര ശക്തി, അതിനെ എതിർക്കാൻ വലിയൊരു ഫെയ്ത്തിനോടൊപ്പം നമുക്കൊരു വീര്യം, നമുക്കൊരു വലിയൊരു പുരുഷത്വം, നമുക്കൊരു വലിയൊരു ഓജസ്, ദൈവത്തിന്റെ പരിശുദ്ധന്റെ ശക്തി നമ്മൾ ഉണ്ടാകണം എന്നുള്ള കാര്യം വിശ്വാസത്തോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്. അടുത്ത് നാം കാണുന്നത് വിശ്വാസത്തോടൊപ്പം വീര്യത്തോടൊപ്പം പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ജ്ഞാനമല്ല, പരമാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവാണ്. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതുപോലുള്ള ശരിയായ നിലയിലുള്ള അറിവാണ് ഈ വിശ്വാസത്തോടൊപ്പം നാം കൂട്ടിച്ചേർക്കേണ്ടത്. പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ദമസ്കസിന്റെ പടിവാതിൽക്കൽ നീ ആരാണ് കർത്താവേ എന്നൊക്കെ താൻ ചോദിക്കുന്നത്. എന്നെക്കാൾ അധികം കർത്തൃത്വം നടത്തുന്ന ഒരുവരുണ്ടോ? ആ പരമാത്മാവിനെ എനിക്ക് അറിയണം എന്ന് ആ കണ്ടതിന് ശേഷമാണ് താൻ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് താൻ പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ എല്ലാം ചപ്പെന്നും അതേ ഛേദമെന്നൊക്കെ എണ്ണി പിൻപുള്ളത് മറന്നും മുൻപുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ പരമളിലാക്കിലേക്ക് ഞാൻ ഓടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഒരു വിശ്വാസിക്ക് ഒരു വലിയ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൂടെ കൂട്ടി വിശ്വാസത്തോടൊപ്പം ചേർക്കണം എന്നുള്ള കാര്യം അത്യന്തം അപേക്ഷിതമാണ്. പിന്നെ നമ്മൾ കണ്ടത് ഇന്ദ്രിയജയം ഇല്ലാത്തൊരു സമൂഹത്തെയാണ് ഇന്ന് പലയിടങ്ങളിലും, വിശ്വാസിഗണങ്ങളിലും പലയിടങ്ങളിലും കാണാറുള്ളത്. നമ്മെ ഒരു പട്ടണത്തെ നമുക്ക് എങ്ങനെ പിടിച്ചെടുക്കാം? നമുക്കറിയാം, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ജാഗരൂകരല്ലാതെ ഈ അടുത്ത നാളുകളിൽ, കഴിഞ്ഞ ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇസ്രായേലിലെ ഹമാസ് സംഘടനക്കാർ അവരെ ഉപരോധിക്കുകയും അവര് 10,000-ഓളം പേര് മരിക്കാനൊക്കെ ഇടയായത് അത് ഇസ്രായേലിന്റെ ഒരു പിടിപ്പ് കേടെന്ന് വേണം പറയാം. അവർ ഉണർവില്ലാതിരുന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ വിശ്വാസ ക്ലാസ്സിനോടൊപ്പം അവർ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം ചെറുതാണെങ്കിൽ അവരെപ്പോഴും ജാഗരൂകരായി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവരെപ്പോഴും അവരുടെ പ്രതിയോഗികൾ എപ്പോഴും വായിച്ചു ചെയ്യുന്നു. എന്നാൽ ഈ ശബത്ത് നാളെ ശനിയാഴ്ച അവരെന്തോ ഒരു അവസ്ഥയിൽ അവർ ഉറങ്ങിപ്പോയി. അവരവരുടെ രാജ്യത്തെ കാവൽ ഭടന്മാർ ഉറങ്ങിപ്പോയത് കൊണ്ട് ഹമാസ് അവിടെ അകത്ത് കയറി വളരെ അതിഭയാനകരമായ സംഭവങ്ങൾ സൃഷ്ടിക്കുക, അനേകം പേർ മരണത്തിന് കീഴടങ്ങുകയൊക്കെ ഇടയായി. ആ ചരിത്രം നമുക്ക് ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ. അതുപോലെ തന്നെ ഒരു വിശ്വാസി അലേർട്ടായിരിക്കണമെന്നാണ് ഞാൻ നേരത്തെ വായിച്ചതുപോലെ, പിശാച് അറന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അകത്തും പുറത്തും നമുക്ക് നമ്മെ നശിപ്പിക്കുവാൻ, നമ്മുടെ ആ ലക്ഷ്യബോധം, നമ്മുടെ നിത്യതയിൽ, നമ്മുടെ ആ സ്വർഗത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ വിശ്വാസത്തോടൊപ്പം ഈ കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞ ഈ മൂന്നാമത്തെ കാര്യം, നമുക്കൊരു ഇന്ദ്രിയ ജയം, നാക്ക്, മൂക്ക്, ത്വക്ക്, കണ്ണ്, ചെവി എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനെ കുറിച്ച് ഇന്ദ്രിയ ജയം എന്ന് വിവക്ഷിക്കുന്നത്. ഈ ഇന്ദ്രിയ ജയം നമുക്ക് പലപ്പോഴും ഇല്ലാതാകുന്നുണ്ട്. സ്ഥിരകാല ബോധമില്ലാതെ, സദാചാര ബോധമില്ലാതെ ഒരു വിശ്വാസിയായിരിക്കും അവർക്ക് ആവശ്യമില്ലാതെ പറയുക, ആവശ്യമില്ലാതെ കേൾക്കുക, ആവശ്യമില്ലാതെ കാണുക, ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ഉപയോഗിച്ച് ശരീരത്തെ പ്രദർശിച്ച് പാപത്തിന്റെ വഴികളെ തുറക്കുക. ഇതൊക്കെ ഒരു വിശ്വാസി ഇതെല്ലാം മാറ്റിവെച്ച് ഒരു സദാചാര ബോധ ഇന്ദ്രിയ ജയമുള്ളവരാകണം എന്നുള്ളതാണ് വിശ്വാസത്തോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട നാലാമത്തെ ഒരു കാര്യം. അടുത്ത അഞ്ചാമത്തെ കാര്യം സ്ഥിരതയാണ്. സ്ഥിരത എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയ ജയം ഉള്ളപ്പോൾ തന്നെ അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രലോഭനങ്ങൾ, പ്രതികൂലങ്ങൾ, അനർഹമായ പണം, ആവശ്യമില്ലാത്ത കണ്ണിൻപം മാറുന്ന കാര്യമൊക്കെ വെച്ച് വിശ്വാസ ജീവിതമൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ട് അല്പം ദൈവം ക്ഷമിക്കുന്നവനാണ് നമ്മൾ പാപ വഴിയിലേക്ക് നമ്മൾ പോയാൽ അത് സ്ഥിരത നഷ്ടപ്പെടുന്നത് വഴി നമ്മുടെ നിത്യത നഷ്ടപ്പെടും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ വേഗത്തിൽ, വളരെ ചിന്തനീയമായ വിഷയം വളരെ ഹ്രസ്വമായ നിലയിൽ പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ഥിരത വേണം, ഒരു പരിജ്ഞാനം വേണം, നമുക്കൊരു വലിയൊരു ഉണർവ് വേണം, ഒരു ശക്തി വേണം, ഒരു വലിയൊരു ഇന്ദ്രിയ ജയം വേണം. അടുത്ത ഭാഗം ഒരു ദൈവഭക്തി, അതായത് ദൈവഭക്തി എന്ന ഗോഡ്ലിനെസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഗോഡ്ലിനെസ്, അത് ഗോഡ് ലൈക്നെസ് എന്നാണ്. അപ്പം മനുഷ്യരോടും ദൈവത്തോടും പുലർത്തേണ്ട ചില കാര്യങ്ങൾ, അതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. അനാഥരെയും വിധവയും ചെന്ന് കാണുന്നത് ശരിയാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസിക്ക് വേണ്ടത്, വിശ്വാസത്തോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ഒരു ദൈവഭക്തിയാണ്. മനുഷ്യരോട് കാണിക്കേണ്ട
സദാചാരബോധവും അവർക്ക് ചെയ്യേണ്ട നന്മകളും അവരോട് കാണിക്കേണ്ട ആദരവും നാം ബഹുമാനവും എല്ലാം കൊടുക്കുമ്പോൾ ദൈവത്തെ നാം എങ്ങനെയാണ് സേവിക്കേണ്ടത്, ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടെ ഈ വിശ്വാസത്തോട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ നാം വിശ്വാസത്തോടെ കൂട്ടിച്ചേർത്താൽ മാത്രമേ അതൊരു നല്ല ഒരു അപാച ഘടകമായി തീരുകയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഈ തരണത്തിൽ ഓർപ്പിക്കുകയാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് സഹോദരപ്രീതി. സഹോദരപ്രീതി ഇല്ലാത്ത അനേകം അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ദൈവത്തിന്റെ വചനം, ഇത് ഗ്രീക്കിൽ ഫിലദൽഫി എന്നുള്ളതാണ്. സഹോദരപ്രീതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ളവരോട് വളരെ ഐക്യദാർഢ്യവും സ്നേഹവും നിസ്വാർത്ഥമായ ഒരു സ്നേഹം കാണിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് വിശ്വാസത്തോടുകൂടെ ഒരു സഹോദര പ്രീതി, ഒരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. സ്നേഹമാണ് ദൈവം. സ്നേഹമില്ലാതെ ഒന്നും നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു സഹോദര പ്രീതി, നമുക്ക് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സഹോദര പ്രീതി നമുക്ക് ഉണ്ടാകണമെന്നാണ് ഈ വിശ്വാസത്തോട് നാം ചെയ്യേണ്ട ആറാമത്തെ കാര്യം. വിശ്വാസത്തോടെ നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സഹോദരപ്രീതിയാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ഒരു ദൈവത്തിന്റെ ഒരു സ്നേഹമാണ്. അടുത്ത് കാണുന്നത് സ്നേഹവും കൂട്ടിക്കൊള്ളണം. ആദ്യം നമ്മൾ വായിച്ചത്, നമ്മൾ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ദൈവഭക്തി, ദൈവഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് ഏഴാമതായി കൂട്ടിച്ചേർക്കേണ്ടത്, ചെയ്യേണ്ടത് സ്നേഹം. സ്നേഹമാണ് അഖിലസാര മൂഴിയിലെന്ന് പല കവികളും ഒക്കെ രചിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു മൊത്തം സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. കൺകണ്ട സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ലെന്നാണ് യോഹന്നാന്റെ ലേഖനഭേദമൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്തോത്രം, നമ്മളിത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. ഏഴാമത്തെ പടിയിലേക്ക് കയറി വാസ്തവത്തിൽ നാം ദൈവത്തിന്റെ തലയോളം, ക്രിസ്തു എന്ന തലയോളം നാം വളരുകയാണ്. ഈ വളർച്ച പ്രാപിച്ച ഒരുവന് മാത്രമേ നമുക്ക് വേണ്ടി, നമ്മൾ കുറുവാക്യം വായിച്ചതുപോലെ, ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ള, ധാരാളം കഴിയുകയുള്ളൂ. അപ്പൊ 7 പടികൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രായോഗികമായ ദിശയിൽ നമുക്ക് വിശ്വാസം ദൈവത്തിന്റെ കൃപയാൽ തന്നു, ദൈവത്തിന്റെ കരുണയാൽ തന്നു, അഭിഷേകം തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഡിവൈൻ പവർ നമുക്ക് തന്നിട്ടുണ്ട്, ഡിവൈൻ സ്നേഹം നമുക്ക് തന്നിട്ടുണ്ട്, ഡിവൈൻ സ്വഭാവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡിവൈൻ ശക്തിയോടും ഡിവൈൻ സ്വഭാവത്തോടും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട 7 കാര്യങ്ങൾ: വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് ദൈവഭക്തിയും, ദൈവഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുക. നമ്മൾ ദൈവത്തിന് തുല്യമായി, ആമേൻ സ്തോത്രം, ക്രിസ്തു എന്ന തലയോളം വളരുന്ന ഒരു അനുഭവത്തിലേക്ക്. ഈ സ്നേഹം എന്ന് പറയുന്നത് അകപ്പയാണ്, പ്രതിഫലിച്ചുകൂടാതെ. ഈ നേരത്തെ സഹോദരി പ്രീതി പറഞ്ഞ ആ സ്നേഹത്തെക്കാൾ ഒരു പടി കൂടെ ഉയർന്നു നിൽക്കുന്നതാണ് സ്നേഹം. ദൈവം സ്നേഹം തന്നെ. അപ്പോൾ സ്നേഹവാനായ ദൈവത്തിന്റെ പ്രതിഫലിച്ചില്ലാത്ത നിർവ്യാജമായ നിഷ്കളങ്കമായ ആ സ്നേഹത്തിന്റെ ഉടമകളായി നമ്മൾ എല്ലാവരും സ്നേഹിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിന് അപ്പോൾ തന്നെ ഈ ലോകത്തിലെ 5 അനുക്കൾ എല്ലാവരെയും, എല്ലാ ഭാഷക്കാരെയും, എല്ലാ ഗോത്രഭാഗക്കാരെയും, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനാണ് കർത്താവ് നമ്മോട് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്ക് അതെ TV പ്രേക്ഷകരല്ല അറിയേണ്ടത്, ഈ ക്രിസ്തു പഠിപ്പിച്ചത്, ബൈബിളിന്റെ സന്ദേശം മൊത്തം സ്നേഹമാണ്. സ്നേഹം, ദൈവം നമ്മോട് കാണിച്ച അതിരുകളില്ലാത്ത സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തി സകല മനുഷ്യരെയും അവരെ യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹം അവർക്ക് കൊടുത്ത്, അവരെ ആശ്വസിപ്പിച്ച്, ഈ നിത്യതയെക്കുറിച്ച് കാണിച്ചു കൊടുത്ത്, അതെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരെയും സമതുലിതമായിട്ട് എല്ലാവരും സ്നേഹിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ്, ഞാൻ കുറിവാക്കിയത് നമ്മൾ നേരത്തെ വായിച്ചത്, ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. ഇങ്ങനെയുള്ള വിശ്വാസത്തോടുള്ള, ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുമ്പോഴാണ് ദൈവം ഫലകരമായ ഒരു ജീവിതം നമുക്ക് നൽകി തരുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒരു നാൾ, നാം പറഞ്ഞ ഇടർച്ച അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ട്, ദുരുപദേശകന്മാരാലുള്ള ഉണ്ട്, പുറത്തുനിന്ന് പൈശാചികമായ ശക്തികളുണ്ട്, അകത്തുനിന്ന് ദൈവമക്കളെന്ന് പറയപ്പെടുന്നവരോടുള്ള ദുരുപദേശങ്ങൾ, മറ്റ് ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ നമ്മൾ ചതിക്കുന്നവരുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ജയം നേടി ആ നിത്യത്തിലേക്ക് പോകണം. ദുരുപദേശം പെട്ടുപോകാതെ നേരായി നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വിശ്വാസത്തോടുകൂടെ ഈ 7 കൂട്ടം കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നാം കൂട്ടിച്ചേർക്കുമെങ്കിൽ നിത്യമായി ആരെയും ദൈവം മാറ്റി നിർത്താതെ നമുക്ക് വേണ്ടി, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നെ വിശ്വസിപ്പിൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ല എങ്ങനെ ഞാൻ നിങ്ങളോട് പറയും. ഇത് വലിയൊരു പ്രോമിസ്, ഇതൊരു വലിയൊരു വാഗ്ദത്തമാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴിയാണ്. ഒത്തിരി സമയം ഞാൻ എടുത്തെന്നാണ് എന്റെ ചിന്ത. ഞാനത് വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം കേൾക്കുക മാത്രമല്ല, അതിനെ ചതിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നവരും കൂടെ ആയി തീരപ്പെടുക. ഇന്ന് പകൽക്കാലം കർത്താവ്, ഞങ്ങളുടെ ആരോമ പ്രോഗ്രാം, അതിന്റെ TV പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന
അങ്ങയുടെ ഭക്തജനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരികയാണ്. വളരെ കർത്താവെ സ്തോത്രം ദൈവമേ, എല്ലാവരും സാധുക്കളും കർത്താവെ ഒരുപാട് വെല്ലുവിളികൾ നടന്നു നിൽക്കുന്ന അനേകം പേര് ഞങ്ങളെ കാണുന്നുണ്ട് കർത്താവെ. അവരെല്ലാം ഇന്ന് പകൽക്കാലം നീ സഹായിക്കുമാറാകണമേ. അവിടെ ആവശ്യങ്ങളോട് സ്വർഗത്തിൽ ദൈവം കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവെ കൃപയും ദയയും കരുണയും കൊണ്ട് നീ അവരെ നിറയ്ക്കണമേ. അവർ ഈ സരണത്തിൽ അനുഭവിക്കുന്ന വേദനകളെ കർത്താവെ സ്തോത്രത്തെ ബലമുള്ള കരങ്ങളിലേക്ക് തരുന്നു. ഈ വചനം പോലെ അവരെ നടത്തുമാറാകണമേ. ഞങ്ങൾ ഈ പറഞ്ഞ വിശ്വാസത്തോട് 7 പടികൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് സ്നേഹവും സഹോദരപ്രീതി ഇന്ദ്രിയജയവും കർത്താവെ സ്തോത്രം അല്ലെ ദൈവഭക്തിയും അതുപോലെ തന്നെ സ്ഥിരതയും അതുപോലെ തന്നെ പരിജ്ഞാനവും അതുപോലെ തന്നെ കർത്താവെ സ്തോത്രം വിശ്വാസം എല്ലാം അല്ലെ ഞങ്ങളെ കേൾക്കപ്പെടുന്ന ഈ ആമേ സ്തോത്രം ഹല്ലേലൂയ കേൾവിക്കാരുടെ മേലെല്ലാം ദൈവം പകരുമാറാകണമേ. യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം അവസരങ്ങൾ കൊടുക്കണമേ. യേശു ക്രിസ്തു സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാണല്ലോ കർത്താവേ. നീ സകല സൃഷ്ടിയുടെ ദൈവമാണല്ലോ കർത്താവേ. നീ അവിടുന്ന് കർത്താവെ സ്വന്തം ലോകത്തിന്റെ രക്ഷിതാവാണല്ലോ കർത്താവേ. യേശുവിലൂടെ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ കർത്താവേ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനാ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം കർത്താവ് ഈ വചനങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കിയ ആരോമി ടിവിയിലെ ഞങ്ങളുടെ ദാനിയൽ പാസ്റ്ററേയും ആദ്യ ചുമതലക്കാരെല്ലാവരും അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഈ പ്രാർത്ഥന കേട്ട് മറുപടി കൃപയ്ക്കായി സ്തോത്രം. യേശു മൂലം ഈ പ്രാർത്ഥനകൾക്ക് മറാകണമേ. ഒരു നിമിഷം കൂടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കേരളത്തിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ, അതെ പ്രധാനമായും കേരളത്തിലാണ്, ഇങ്ങനെ വളരെ നിസ്വാർത്ഥമായി പോലീസ് പെർമിഷൻ ഒന്നും ഇല്ലാതെ വളരെ പേർക്ക് ഫലകരമായി ചെയ്യുവാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ, ഞങ്ങളെ ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളുടെ ദാനിയൽ സാറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങളുടെ നമ്പറും ഡീറ്റെയിലും ഒക്കെ ബഹുമാന്യായ സാറിന്റെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഭവനങ്ങളിലോ അതുപോലെ തന്നെ കവലകളിലോ കൺവെൻഷൻ പ്രോഗ്രാമിലോ ഏതെങ്കിലും നിലയിൽ പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. വാട്സപ്പ് ഫോർമാറ്റിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.